എന്താ മുരളിയേട്ട വിളി പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ ഒരാൾ അവളുടെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോ അത് അപ്പു തന്നെ ആയിരിക്കും, ഉറപ്പാ. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ശ്രുതി. അവൾ അത് തന്നെയാവും ഉദ്ദേശിച്ചത്. ഈശ്വര, എന്തൊക്കെ പെണ്ണിന്റെ മനസ്സില്. മുരളിയേട്ട, അങ്ങനെയെങ്ങാനും നമ്മളിനി എന്ത് ചെയ്യും? ഇല്ല ശ്രുതി, അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ പാടില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെ അത് നടക്കില്ല. ആന്റി, ആന്റി, ആന്റി. ആ, എന്താ അപ്പു വിശേഷിച്ച്? ഒന്നുമില്ല. ഞാൻ ഡേസി ആന്റിയെ കാണാൻ പോയിട്ട് വരുന്ന വഴിയാ. അവിടെ എന്താ വിശേഷം? വിശേഷം, ആന്റിക്ക് നല്ല സുഖമില്ലായിരുന്നു. എന്തു പറ്റി ടീച്ചറിന്? നല്ല പനിയായിരുന്നു. ന്യൂമോണിയയുടെ തുടക്കമാണെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞേ. അതിനെന്താ, ജോബിനോടില്ലേ? ആന്റി എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ജോബിൻ ഡോക്ടർ ആന്റിയും തമ്മിൽ പിണക്കമല്ലേ? ഇപ്പോഴും ആന്റി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല. അതിന് ടീച്ചറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പു. ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന അങ്ങനെയല്ലേ? വിശ്വാസവഞ്ചന കാണിച്ച എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ചിലപ്പോ നമ്മൾ ക്ഷമിച്ചു എന്ന് വരില്ല. അല്ല, അപ്പു എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ മാളുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അവളെവിടെ? റൂമിലില്ലേ ആന്റി? മാള് റൂമിലുണ്ട്. ആ, അപ്പു ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുക. അതിന്റെ കൂടെ ഇപ്പൊ നിന്നെയും കൂടെ കണ്ട അത് ശരിയാവില്ല. അതെന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആന്റി? ആ, രാവിലെ അവള് യൂണിവേഴ്സിറ്റി പോയതാ. പക്ഷെ പോവാതെ ഇങ്ങ് തിരിച്ചു വന്നു. പോകുന്ന വഴി ആ ഡോക്ടർ അലീനെ കണ്ടുവന്നു. എന്നിട്ടെന്താ, അലീന അവളോട് എന്തൊക്കെയോ ഡയലോഗ് അടിച്ചു. അതിന്റെ ഇറിറ്റേഷനിലാ അവളിങ്ങ് തിരിച്ചു പോകുന്നത്. ആഹാ, അത്രേ ഉള്ള കാര്യം. അതിന് ആന്റി വിഷമിക്കണ്ട. ഞാൻ അവളെ കണ്ട് സമാധാനിപ്പിച്ചോളാം. അപ്പോ അവിടെ നിക്കേ. എന്താ ആന്റി? അപ്പു ഇപ്പൊ അവളെ കാണണ്ട, അത് ശരിയാവില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞ അപ്പുവിന് വിഷമം തോന്നരുത്. അപ്പുവിന്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വരവൊന്ന് കുറയ്ക്കണം. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വരുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ എപ്പോഴും ഇവിടേക്ക് വന്ന് അവളെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കും കൂടെ മനസ്സിലായില്ല ആന്റി എന്താ ഉദ്ദേശിച്ചെന്ന്. അപ്പോ നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ദൈവത്തെ ഓർത്ത് നീ ഇപ്പൊ ഞാൻ പറയുന്ന ഒന്ന് കേക്കണം. നിന്റെ അമ്മ നിന്നോട് അപേക്ഷിക്കാന്ന് കൂട്ടിയാ മതി. ആന്റി എന്തൊക്കെയാ പറയുന്നേ? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ? ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണെന്ന് കൂട്ടിയാ മതി. നിന്നെ കാണുന്നതും എന്തിന്, നീ ഈ വീട്ടിൽ വരുന്നത് പോലും ഞങ്ങൾക്ക് പേടിയാപ്പൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നീ ഇവിടെ വരരുത്. അനാവശ്യമായിട്ട് അവളെ കാണാൻ ശ്രമിക്കരുത്. മാളുവിനോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. നിന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ വിഷമമുണ്ടപ്പൂ. പക്ഷെ പറയാതിരുന്നാ തകരുന്നത് അവളുടെ ജീവിതമായിരിക്കും. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. എനിക്ക് ആ റൂട്ട് വശമില്ല. മതി ആന്റി, ഇനിയൊന്നും പറയണമെന്നില്ല. എനിക്ക് മനസ്സിലാവും. ഞാൻ വന്ന കാര്യം മാളുവിനോട് പറയണ്ട. പോയിക്കോട്ടെ ആന്റി. ഡേസിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ? വൈകിട്ട് ഞാൻ വിളിച്ചിരുന്നു, കുറച്ചേരം സംസാരിച്ചു. ശബ്ദത്തിന് നല്ല ക്ഷീണമുണ്ട്, എന്നാലും ആൾക്ക് നല്ല ഭേദമുണ്ടെന്ന് പറഞ്ഞു. ജോബിന് അവിടെ വന്ന കാര്യമൊന്നും ഡേസി ഇപ്പോഴും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ഇനി അമ്മച്ചി എങ്ങാനും ഓർക്കാതെ പറയുവോ? പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ അത് കേൾക്കുമ്പോ ജോബിനോടുള്ള ആറ്റിറ്റ്യൂഡിന് വല്ല ചേഞ്ചും ഉണ്ടായല്ലോ, അല്ലേ അപ്പു? നിനക്കെന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നു.
ഏയ് ഒന്നുമില്ല. അതൊന്നുമല്ല, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. എന്താ അപ്പോ കാര്യം? എന്താണെങ്കിലും എന്നോട് പറയേ. ഒന്നുമില്ല അമ്മ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ പറഞ്ഞ് ഒഴിവാകാൻ നീ നോക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ തുറന്ന് പറയപ്പോ. ആ അമ്മച്ചി എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല അമ്മ. പിന്നെ എന്തോ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറ. വരുന്ന വഴി ഞാൻ മാളുന്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അവളെ കണ്ടോ നീ? ഇല്ല. എന്തു പറ്റി? കാണാൻ എന്നെ സമ്മതിച്ചില്ല. ആ ഇന്ദിരാമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത് കണ്ടുവിടാന്നറിയാലോ. കാണുമ്പോഴൊക്കെ അവരുടെ വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഇഷ്ടക്കേട് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അശ്വതി ആന്റിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല അമ്മേ. എന്താ അശ്വതി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? പറ അപ്പോ. അശ്വതി നിന്നോട് എന്താ പറഞ്ഞത്? മാളുവിനെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ മുരളിയങ്കിൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഫീൽ ചെയ്യില്ലായിരുന്നു. മുൻപ് അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോഴും ആന്റി എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നൊരിക്കലും പ്രതീക്ഷിക്കാതെ ആന്റിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോ മനസ്സ് വല്ലാതെ പൊള്ളിപ്പോയി അമ്മ. അശ്വതി എന്താ പറഞ്ഞത്? എന്ത് പറയാൻ, മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളത് തന്നെ. മാളുവിനെ കാണാൻ ഇനി മേലിൽ അങ്ങോട്ട് ചെല്ലരുതെന്ന്. ഞാൻ അവളെ കാണാൻ ചെല്ലുന്നു എന്ന് അറിയുമ്പോ തന്നെ ആന്റിയുടെ മനസ്സിൽ പേടിയാന്നു. അതുകൊണ്ട് ഇനി മേലിൽ അവളെ കാണാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ആരെയും ഉപദ്രവിക്കരുതെന്ന് കയ്യൊക്കെ കൂപ്പി ഒരുമാതിരി മെലോഡ്രാമ സ്റ്റൈലില് ഞാൻ ആകെ അങ്ങ് വല്ലാണ്ടായി പോയമ്മ. പോട്ടെ അപ്പോ. അശ്വതി അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മക്കളുടെ കാര്യത്തിൽ എല്ലാ അമ്മമാരും പോസസീവാണ്. അതറിയാമേ. എന്നാലും അശ്വതി ആന്റിയെ പോലൊരാളിൽ നിന്ന് നേരിട്ട് കേട്ടപ്പോ. പോട്ടെ അപ്പോ, നീ അതൊന്നും സാരമാക്കണ്ട. പിന്നെ മാളുവിന്റെ കാര്യത്തില് നീ ഒന്നിലും പരിധി വിട്ട് ഇടപെടാൻ പോകണ്ട. നീ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ എനിക്കും വീപ്പിക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി നോ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. വെറുതെ എന്തിനാ അവരെ കൊണ്ട് ഇതുപോലെയൊക്കെ സംസാരിപ്പിക്കുന്നേ? ഒന്നിനും പോകാതിരുന്ന ഉള്ള സൗഹൃദം അതുപോലെ തന്നെ നിന്നോളുമല്ലോ. ഇനി അതൊന്നും നീ മനസ്സിലേക്ക് എടുത്ത് വെക്കണ്ട. അല്ല, നീ അവിടെ ചെന്നത് മാളു പറഞ്ഞോ? അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാ പിന്നെ നടന്നതൊന്നും നീയായിട്ട് അവളെ വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട. ഇനി അതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് വേണ്ടല്ലോ. അപ്പൊ ഒന്ന കാര്യം ഇപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത്. എന്താ പിന്നെ അന്നേരം പറയാതിരുന്നേ? അങ്ങനെ അത്യാവശ്യമായിട്ട് നിന്നെ അറിയിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. അപ്പു വെറുതെ വന്നതാ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വെറുതെ വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വരികയോ? അതൊന്നും അമ്മയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. വന്നത് എന്നെ കാണാനല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ അടുത്ത് പറയണ്ടേ? ഓടി വന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണല്ലോ നീ ഓരോ കാര്യവും എന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും വന്ന് പറയുന്നത്. അന്നേരം അപ്പുവിനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് തോന്നിയില്ല. നീയും ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നല്ലോ. ദേ മാളു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പുവായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ഇപ്പൊ നീ എന്തു പറഞ്ഞാലും അപ്പുവിനെ കണക്ട് ചെയ്താ സംസാരിക്കുന്നത്. അത് എന്നെ അച്ഛനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. ഞാൻ അപ്പുവിന്റെ കാര്യം പറയുന്നതില് നിങ്ങളൊക്കെ എന്തിനിങ്ങനെ വേദനിക്കുന്നേ? കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാനും അപ്പു ഒരുമിച്ചായിരുന്നു. ഇനിയിപ്പൊ അങ്ങോട്ടുള്ള ജീവിതത്തിലും അങ്ങനെ തന്നെ ആവും. അതിനാർക്കും എന്താ കുഴപ്പം? കുഴപ്പം ഉണ്ടായിട്ട് തന്നെയാ അപ്പുവിനോട് ഇനി ഇവിടെ വരണ്ടാന്ന് പറഞ്ഞത്. ആഹാ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? നിങ്ങൾ എല്ലാരും കൂടി ഇത് എന്ത് ഭാവിച്ചമ്മേ? ആ ചോദ്യം ഞാനല്ലേ നിന്നോട് അങ്ങോട്ട് ചോദിക്കേണ്ടത്. നീ എന്ത് ഭാവിച്ചാ? ഒന്നുമില്ലേലും സ്വന്തം അച്ഛനോടും അമ്മയോടും സംസാരിക്കുക എന്നുള്ള ബോധമെങ്കിലും നിനക്ക് വേണ്ടേ? എനിക്ക് ആ ബോധമൊക്കെ കൃത്യമായിട്ടുണ്ട്. അപ്പുവായിട്ട് ജീവിക്കുന്ന പറഞ്ഞത് നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ആ ഒരു സെൻസിൽ മാത്രം എടുക്കുന്നേ? മാളു, ദേ കേൾക്കുന്നവരെ പൊട്ടനാക്കുന്ന രീതിയിൽ സംസാരിക്കല്ലേ. അപ്പു ഇപ്പൊ പണ്ടത്തെ കൂട്ടൊരു പെൺകുട്ടിയല്ല, ഒരു പുരുഷനാ.
ഒരു പുരുഷനൊപ്പം ഒരു പെൺകുട്ടി ജീവിക്കാൻ തയ്യാറാവോന്ന് പറഞ്ഞാ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. അത് നിങ്ങളെ പോലുള്ളവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. ഞങ്ങളുടെ കാഴ്ചപ്പാടിന് ഒരു പ്രശ്നവുമില്ല. ഉണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവര് ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ബയോളജിക്കൽ പാർട്ട്നേഴ്സോ ആവണം എന്നില്ല. അവർക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ, നല്ല സഹോദരങ്ങളെ പോലെയൊക്കെ കഴിയുമല്ലോ. മാളു, നീ പറഞ്ഞു വല്ലാതെ കാട് കയറുന്നുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ പോലെ സഹോദരങ്ങളെയും പോലെ കഴിയാനല്ല നിന്നെ ഞങ്ങൾ വളർത്തുന്നത്. ആദ്യത്തെ വിവാഹബന്ധം ഫെയിലിയർ ആവുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും സാധാരണ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് എന്ന് കരുതി അതിനുശേഷം ആരും നിന്നെ പോലെ മണ്ണ തീരുമാനങ്ങളല്ല എടുക്കാറുള്ളത്. അമ്മേ, എന്റെ ലൈഫ് എന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റാരും അതിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു കാരണം കൊണ്ടാ ഇന്ന് അപ്പുനെ മടക്കി അയച്ചതെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അപ്പുനെ ചെന്ന് കണ്ട് സോറി പറയാൻ പോവാ. മാളു, നീ എങ്ങും പോകുന്നില്ല. അഥവാ നിനക്ക് പോണെന്നുണ്ടെങ്കിൽ അച്ഛൻ വരട്ടെ. അച്ഛന്റെ സമ്മതം കൂടി വാങ്ങിയിട്ട് പോയാ മതി. നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ആയിക്കോ. നിന്റെ ജീവിതം നിന്റെ ഇഷ്ടമാണല്ലോ. അതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ഇഷ്ടം തിരഞ്ഞെടുക്കുന്നുണ്ട്. അച്ഛനൊന്ന് വന്നോട്ടെ. എന്റെ അനുവാദം ഇല്ലാതെ നീ ഇവിടുന്ന് പുറത്തിറങ്ങിയ തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പ്രാർത്ഥന മുഴുമിപ്പിച്ചായിരുന്നോ? ഇല്ല അമ്മച്ചി, ഇടയ്ക്ക് എവിടെയോ മുറിഞ്ഞു. മനസ്സിൽ വേറെന്തൊക്കെയോ ഓർത്തുപോയി. ആ, അതങ്ങനെ വരൂ. നിന്റെ മനസ്സ് ഇവിടെ എങ്ങും അല്ലെന്ന് കർത്താവ് തമ്പുരാൻ അറിയാം. നീ വാ, ചൊല്ലിയത് മതി. ഇത്തിരി കഞ്ഞി കുടിക്ക. ഇനി അതിൻ്റെ ഇടയിൽ പട്ടിണി കിടന്ന് ശരീരം കളഞ്ഞ് വീണ്ടും അസുഖക്കാരിയാകണോ? ആ, വാ, വന്ന് കുടിച്ചേ. എടി കൊച്ചേ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഞാനൊരു കാര്യം പറയാം. അത് സത്യമാണോന്ന് നീ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. എത്രയൊക്കെ തുടച്ചു മാറ്റാൻ നോക്കിയാലും രക്തബന്ധത്തെ മാറ്റി നിർത്താൻ നിനക്ക് കഴിയോ ഡേസമ്മ? നിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുക. നീ അതിന് വെറുതെ ശ്രമിക്കണ്ട. നിന്നെ കൊണ്ട് അത് സാധിക്കുകയല്ല. അല്ല, ഇങ്ങനെ അവനെ തല്ലിപ്പിരിച്ചു നിർത്താൻ മാത്രം അവൻ അതിനു വേണ്ടി എന്നാ തെറ്റാ ചെയ്തത്? ഒപ്പം പഠിച്ചൊരു പെങ്കൊച്ചനെ കണ്ട് അറിയാതെ അവന്റെ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയി. അത് ആങ്കൊച്ചുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതങ്ങ് ക്ഷമിക്ക്. അവനെ നേർവഴിക്ക് നടത്താൻ നോക്കേണ്ടതിന് പകരം നീ എന്നതാ ചെയ്തത്? ഇങ്ങനൊരു മോനേ ഇല്ലെന്ന് പറഞ്ഞ് നീ അവനെ പഠിച്ചു പുറത്താക്കിയില്ലേ? അവിടെ തുടങ്ങി ഡേസമ്മോ നിന്റെ കഷ്ടകാലം. അങ്ങനെ ചാഞ്ചാടി പോകുന്ന ഒരു മനസ്സിന് ഉടമയായിട്ടല്ല അമ്മച്ചി ഞാൻ അവനെ വളർത്തിയത്. അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഡേസമ്മോ. ഞാനോ നീയോ വളർന്നു വന്ന ചുറ്റുപാടല്ല ഇപ്പോ. എന്നുവെച്ച് മക്കളെ കോലം കെട്ടിച്ച് വളർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. യോക്കുട്ടിനെ സംബന്ധിച്ച് അവനൊരു പാവമാ. പതറിപ്പോയ അവന്റെ മനസ്സ് നേരെയാക്കേണ്ടത് ആരുടെ ചുമതലയായിരുന്നു? അവന്റെ ഒപ്പം ജീവിക്കുന്ന പെണ്ണിന്റെ. അവളതിന് ശ്രമിച്ചില്ലല്ലോ. അതിന്റെ കുഴപ്പമാ ഇതൊക്കെ. അമ്മച്ചി വെറുതെ മാളുവിനെ കുറ്റം പറയണ്ട. അവളെയാണല്ലോ അവര് രണ്ടുപേരും കൂടി ആദ്യം ചതിച്ചത്. എടി കൊച്ചേ, പറയുമ്പോ ഞാൻ അവളെ കുറ്റം പറയാണെന്ന് നീ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാളുവിന്റെ അടുത്തുനിന്ന് ജോക്കുട്ടന്റെ മനസ്സ് മാറിപ്പോകാൻ എന്നതാ കാരണം? നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. എന്നതാ കാരണം? ആ അപ്പു എന്ന് പറഞ്ഞ കൊച്ചു തന്നെയാ. അതിനൊരു സംശയവും വേണ്ട. എത്രയൊക്കെ പഠിപ്പും വിവരമുള്ള ആളാണെന്ന് പറഞ്ഞാലും സ്വന്തം ഭാര്യയുടെ അടുത്ത് ആണൊരുത്തനാണെന്നും പറഞ്ഞ് ചുറ്റിക്കറങ്ങി നിൽക്കുമ്പോ അവന്റെ മനസ്സിൽ അതൊരു കരട് തന്നെയാ. എന്നാ അവക്കങ്ങനെ ആകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാന്ന് അവൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ജോക്കുട്ടന്റെ കാര്യത്തിൽ അതേ സംഭവിച്ചുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അവനെ പറഞ്ഞു തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാ അവൻ ഈ കുഴി ചാടിച്ചതെന്ന്. ആ പോട്ടെ,
മരുമോൾക്ക് വേണ്ടി നീ അവനെ മാറ്റി നിർത്തി. പക്ഷെ അവള് നിന്നോട് എന്നാ ചെയ്തത്? ഓടിക്ക അവള് നിന്നെ ഒഴിവാക്കി സ്വന്തം വീട്ടുകാരുടെ കൂടെ പോയില്ലേ? പിന്നെ നീ ആർക്ക് വേണ്ടിയാ ഈ വാശിയും കൊണ്ട് നടക്കുന്നേ? ഡേസമ്മോ, എത്രയൊക്കെ ആയാലും നീ ചത്തു കിടക്കുമ്പോ നിന്റെ കുഴിയിൽ ആദ്യത്തെ നുള്ളു മണ്ണ് വാരിയിടേണ്ടത് ജോക്കുട്ടനാ. അത് നിനക്ക് ഓർമ്മ വേണം. സ്വന്തം ചോരയായ ജോക്കുട്ടന് പകരം നീ ആ സ്ഥാനത്ത് ആരെയും പ്രതീക്ഷിക്കരുത്. അതിനി എന്ത് കാരണം കൊണ്ടായാലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ തിരിച്ചു വിളിക്കുന്നതാ നല്ലത്. അല്ലെങ്കിലേ അത് ദൈവനിഷേധമായി പോകും ദേശമ്മ. പറഞ്ഞില്ലെന്ന് വേണ്ട. കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പ് തോന്നില്ല വി പി. അത് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നോണ്ടാ. എന്ന് വെച്ച് പട്ടിണി കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണം? അത് സ്ട്രോങ് മെഡിസിൻസ് എടുക്കുന്ന ഈ സമയത്ത്. അശ്വതി എല്ലാരും കൂടി ഇന്ന് നിന്നെ വല്ലാതെ നോവിച്ചു അല്ലേ? അമ്മ എന്നോട് നടന്നതെല്ലാം പറഞ്ഞു. കേട്ടപ്പോ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. ഗീത പറയുന്നത് ഇതിനു മുമ്പും അവരുടെ സൈഡിൽ നിന്ന് നീ ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ടെന്നാണ്. എന്റെ ഓർമ്മയിൽ അതൊന്നും ഇല്ലല്ലോ. ചിലപ്പോ അന്ന് ഞാൻ അവരുടെ ഭാഗത്തായിരുന്നിരിക്കാം. പക്ഷേ അത് അശ്വതി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. പോട്ടെ, സാരമില്ല. നീ അതൊന്ന് മനസ്സ് വെച്ചേക്കണ്ട. എനിക്കതിൽ വിഷമമൊന്നുമില്ല വി പി. ഇന്ദിരാമ്മയുടെ കയ്യിൽ നിന്ന് ഇത് പതിവുള്ളതല്ലേ. പക്ഷേ അശ്വതി ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് നീ കരുതിയില്ല അല്ലേ? അതങ്ങനെയാപ്പോ. നമ്മൾ നമുക്ക് സ്വന്തമാണെന്ന് കരുതുന്നവരുടെ ഉള്ളിൽ അവർക്ക് മാത്രം സ്വന്തമാണെന്ന് കരുതുന്ന ഒരു വൃത്തമുണ്ടാക്കും. അതിൽ അവരുടെ മാത്രം കുഞ്ഞ്, കുടുംബം, ഇഷ്ടം, താല്പര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ എപ്പോഴും അവരുടെ ആ സർക്കിളിന് പുറത്താവും. അതിപ്പോൾ അശ്വതിയുടെ കാര്യത്തിലായാലും ഗീതയുടെ കാര്യത്തിലായാലും എൻ്റെയോ മുരളിയുടെ കാര്യത്തിലായാലും അദൃശ്യമായ ഈ സർക്കിൾ ഉണ്ടാവും. അതിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ അത് എന്നേക്കുമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ ഇതുപോലെ ദുഃഖിക്കേണ്ടി വരില്ല. എനിക്ക് മനസ്സിലാവും വി പി. വി പി കരുതും പോലെ അശ്വതി ആൻറ്റി പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഒന്നാലോചിച്ച ആൻറ്റി പറഞ്ഞതിൽ എൻ്റെ പ്രസൻസ് കാരണമാണ് മാളും ഇങ്ങനെ മാറിപ്പോകുന്നതെങ്കിൽ ഞാൻ തന്നെ അകലം പാലിക്കേണ്ടത്. ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം. ചുറ്റുമുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പകരം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ആ സന്തോഷം കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നോക്കണം. ആവശ്യക്കാരത് സ്വീകരിക്കും, വേണ്ടാത്തവർ തിരസ്കരിച്ചോട്ടെ. ഇവിടെ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ തനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പല കാരണങ്ങളുണ്ട്. നീ ഇഷ്ടപ്പെടുന്നൊരു ലൈഫിലേക്കുള്ള ജേണിയിലാണ് താൻ. ആ യാത്രയുടെ സന്തോഷം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ആസ്വദിക്കുക. മറിച്ച് മാളുവിൻ്റെ ലൈഫ് ഇപ്പോൾ ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവൾ സ്വയം എടുത്തൊരു തീരുമാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത്. അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരെന്ന നിലയിൽ തിരുത്താനും തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമ്മൾ മാക്സിമം ശ്രമിച്ചില്ലേ? പക്ഷേ അവൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ചിലപ്പോൾ അവളുടെ വിധിയായിരിക്കും. പക്ഷെ വി പി, അവളെടുത്ത ഇമ്മച്ചുറായ ഒരു തീരുമാനത്തിന്റെ പേരിൽ മാളുവിന്റെ ജീവിതം നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വെറൊരു ആവശ്യത്തിന് പുറത്തെടുത്ത തീരുമാനം അത് തിരുത്തിയേ പറ്റൂ. മാളുവിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വി പി.